ഈ ലോകത്തിൽ നമ്മൾ ആരാണ്? ഭൗതിക ശരീരമോ അതോ ഭഗവാന്റെ ഒരു ശക്തിയുടെ ഭാഗമോ? ശ്രീകൃഷ്ണന്റെ 3 പ്രധാന ശക്തികളെ മനസ്സിലാക്കിയാൽ നമ്മുടെ യഥാർത്ഥ സ്വരൂപത്തെക്കുറിച്ച് ഒരു പുതിയ കാഴ്ചപ്പാട് ലഭിക്കും. ഹരേ കൃഷ്ണ, ഞാൻ രമ. ഭഗവാന്റെ 3 പ്രധാന ശക്തികളെക്കുറിച്ച് ഇന്ന് നമുക്ക് മനസ്സിലാക്കാം. വൈഷ്ണവ തത്വചിന്തയിൽ ഭഗവാന്റെ ശക്തികളെ മനസ്സിലാക്കുന്നത് ഭഗവാനും ജീവനും തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കുന്നത് വളരെ പ്രധാനമാണ്. 1. അന്തരംഗ ശക്തി. അന്തരംഗ ശക്തി ഭഗവാന്റെ ആന്തരികവും ആത്മീയവുമായ ശക്തിയാണ്. ഇത് ഭഗവാന്റെ നിത്യധാമത്തോടും ആത്മീയ ലീലകളോടും ബന്ധപ്പെട്ടിരിക്കുന്നു. ഭഗവാന്റെ ഹ്ലാദിനി, സംവിത്, സന്ധിനി എന്നീ ആത്മീയ ശക്തികളെ ഇതുമായി ബന്ധപ്പെടുത്തി വിശദീകരിക്കുന്നു. ലളിതമായി പറഞ്ഞാൽ ഭഗവാന്റെ ആത്മീയ ലോകത്തെ പ്രവർത്തിപ്പിക്കുന്നത് ആന്തരിക ശക്തി. തടസ്ഥ ശക്തി. ജീവാത്മാക്കളാണ് തടസ്ഥ ശക്തി. ഭഗവാനിൽ നിന്ന് സ്വതന്ത്രമായ ഒരു പരമസത്യമല്ല. ജീവൻ ഭഗവാന്റെ ശക്തിയുടെ ഭാഗമാണ്. തടസ്ഥ എന്നത് ഇരുവശത്തേക്കും തിരിയാൻ കഴിയുന്ന അതിർത്തി എന്ന ആശയം സൂചിപ്പിക്കുന്നു. ജീവന് ഭഗവാനിലേക്ക് തിരിഞ്ഞ് ആത്മീയ ജീവിതം സ്വീകരിക്കാനും അല്ലെങ്കിൽ ഭൗതിക ലോകത്തിലേക്ക് ആകർഷിക്കപ്പെടാനും കഴിയും. 3. ബഹിരംഗ ശക്തി. ഇതാണ് നമുക്കനുഭവപ്പെടുന്ന ഭൗതിക ലോകത്തിൻ്റെ ശക്തി. ഭൗതിക പ്രകൃതിയുടെ 3 ഗുണങ്ങൾ സത്വം, രജസ്, തമസ് ജീവന്റെ ഭൗതിക അനുഭവങ്ങളെ സ്വാധീനിക്കുന്നു. ശരീരം, ഇന്ദ്രിയങ്ങൾ, ഭൗതിക ലോകത്തിലെ വിവിധ സാഹചര്യങ്ങൾ എന്നിവയെല്ലാം ഈ ഭൗതിക ശക്തിയുടെ പരിധിയിൽ വരുന്നു. ജീവാത്മാവ് തൻ്റെ ചൈതന്യം ഭഗവാനിലേക്ക് തിരിക്കുമ്പോൾ ഭക്തിയുടെ പാതയിലേക്ക് സഞ്ചരിക്കുന്നു. ലളിതമായി പറഞ്ഞാൽ അന്തരംഗ ശക്തി ആത്മീയ ലോകം, തടസ്ഥ ശക്തി ജീവാത്മാവ്, ബഹിരംഗ ശക്തി ഭൗതിക ലോകം. അപ്പോൾ നമ്മൾ ആരാണ്? നമ്മൾ ഈ ശരീരം മാത്രമല്ല, നമ്മൾ ഭഗവാന്റെ തടസ്ഥ ശക്തിയായ ജീവാത്മാക്കളാണ്. ഈ സത്യം മനസ്സിലാക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് മാറും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഹരേ കൃഷ്ണ.